നമസ്കാരം. ഈ ഉപതെരഞ്ഞെടുപ്പിലെ രണ്ട് തമാശ കഥാപാത്രങ്ങൾ, ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും, മറ്റൊന്ന് പിണറായി വിജയനെ ഇപ്പോൾ കാണിച്ചു തരാം, കേരളത്തെ ഇപ്പോൾ തിരിച്ചു മറിച്ചു വയ്ക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ തട്ടിക്കൂട്ടി രംഗത്തിറങ്ങി ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയ പി വി അൻവറുമാണ്. രണ്ടുപേരെയും കേരളീയ സമൂഹം പുച്ഛിച്ചു തള്ളി. ഡോക്ടർ സരിൻ്റെ ഗതികെട്ട അവസ്ഥ മറ്റാർക്കും ഇനി ഉണ്ടാവരുത് എന്ന് മാത്രമാണ് പ്രാർത്ഥന. സരിൻ സ്ഥാനാർത്ഥിയായതു മുതൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ പറഞ്ഞതൊക്കെ അബദ്ധവും പെരുമാറിയതൊക്കെ വിഡ്ഢിവേഷം കെട്ടലുമായിരുന്നു. സരിന് തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു അവസാന നിമിഷം വരെ. കാരണം സരിൻ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല, ജനങ്ങളുടെ പൾസ് അറിയില്ല, വെറും പുസ്തകപ്പുഴുവായി പരീക്ഷ എഴുതി പാസ്സായി സിവിൽ സർവീസിൽ കയറി ആ അധികാരം പോരാ എന്ന് തോന്നിയപ്പോൾ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിലേക്കെത്തി. അവിടെ ക്ഷമയോടെ കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരുപാട് ഭൈമീ കാമുകന്മാരുണ്ടായിട്ടും സാമാന്യം ഭേദപ്പെട്ട ഒരു സീറ്റ് ഒറ്റപ്പാലം തന്നെ കോൺഗ്രസ് സരിന് കൊടുത്തു. ഒറ്റപ്പാലം ഇടതുപക്ഷത്തിൻ്റെ കുത്തക സീറ്റൊന്നുമല്ല, മികച്ചൊരു സ്ഥാനാർത്ഥി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന സീറ്റാണ്. സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന ഇമേജോടെ സരിൻ ഒറ്റപ്പാലത്ത് 2021 മത്സരിച്ചപ്പോൾ ഏതാണ്ട് 10,000 വോട്ടുകൾക്കാണ് തോറ്റുപോയത്. അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടർന്നിരുന്നെങ്കിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിന് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അകമ്പടിയിൽ അനായാസം ജയിക്കാമായിരുന്നു. സിവിൽ സർവീസുകാരൻ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന നിലയിൽ സരിനെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പദവിയിൽ കോൺഗ്രസ് പാർട്ടിക്ക് നിയമിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ പാലക്കാട് ഒരു ഒഴിവ് വന്നപ്പോൾ താൻ തന്നെ മത്സരിക്കണം എന്ന് സരിൻ വാശി കാട്ടുന്നു. കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി അത് ചർച്ച ചെയ്യുന്നു. എന്നാൽ BJPയെ തോൽപ്പിക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി വേണം എന്ന് തോന്നിയതുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്നു. അതിൽ അതൃപ്തനായി ഇന്നലെ വരെ തെറി വിളിച്ചിരുന്ന, ഇന്നലെ വരെ അസഭ്യം വിളിച്ചിരുന്ന CPMന് കോട്ടയിലേക്ക് എടുത്തു ചാടുകയാണ്. വെരുക് നടക്കുന്നത് പോലെ ഓടി നടന്ന് വിഡ്ഢിത്തം തുടർച്ചയായി പുലമ്പി അമിതമായ ആത്മവിശ്വാസത്തോടെ പ്രചരണ രംഗത്തിറങ്ങി സരിൻ നല്ല നിലയിൽ തോറ്റമ്പി വീട്ടിലിരിക്കുന്നു. സരിൻ പറഞ്ഞ ഓരോ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ തമാശായി നിറഞ്ഞു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി ചില വേഷം കെട്ടിയാൽ മനസ്സിലാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പിന് ശേഷവും താൻ വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിൽ സരിൻ പറഞ്ഞത് വിജയിച്ചാൽ ഉടൻ താൻ മിനിറ്റ്സ് ബുക്ക് തേടി പഴയ MLA എന്ന നിലയിൽ ഷാഫിയെ കാണുമെന്നാണ്. അതിനുശേഷം സരിൻ നേരെ പ്രതിപക്ഷ നേതാവിനെ കാണാൻ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നും പറയുന്നു. അത്ര ആത്മവിശ്വാസത്തിലായിരുന്നു സരിൻ രംഗത്തിറങ്ങിയത്. നിരന്തരം സരിൻ പറഞ്ഞുകൊണ്ടിരുന്നത് ചില കണക്കുകളെക്കുറിച്ചായിരുന്നു. സരിൻ്റെ വിഡ്ഢിവേഷവും പൊട്ടത്തരവും സകലരും മനസ്സിലാക്കി. നിവൃത്തി കെട്ടിട്ടാണ് തല മൊട്ടയടിക്കുമെന്നും താടി പിടിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രഖ്യാപിച്ചത്. അത്രമാത്രം ഉറപ്പായിരുന്നു സരിൻ തോൽക്കുമെന്ന്. പക്ഷെ ആ ഉറപ്പ് സരിന് മാത്രമുണ്ടായിരുന്നില്ല. സരിനെ നിർത്തിയ CPMന് മറ്റൊരു സ്ഥാനാർത്ഥിയെ കിട്ടാത്തത് കൊണ്ടാണ് അവർ തോൽക്കാൻ വേണ്ടി സരിനെ എടുത്തത് എന്ന് പോലും തിരിച്ചറിയാൻ അയാൾക്ക് കഴിയാതെ പോയി. ഓർക്കണം, 2021 E ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിൽ നേർക്കുനേർ പോരാട്ടമായിരുന്നു, ചൂടേറിയ മത്സരമായിരുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിക്ക് അവിടെ പ്രസക്തിയില്ലായിരുന്നു. അങ്ങനെ സകല വോട്ടുകളും രണ്ടായി വേർതിരിഞ്ഞ് വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് CPMന്റെ സ്ഥാനാർത്ഥി മൂന്നാമതായി പോയി. വോട്ട് കുറവായിരുന്നു, അത് അത്ഭുതമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ അത്തരമൊരു വാശിയേറിയ തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല. BJP സ്ഥാനാർത്ഥിയോടെ ആർക്കും മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കേവലം 815 വോട്ട് മാത്രമാണ് സരിന് അധികമായി നേടാൻ കഴിഞ്ഞത്. അതായത് ഇക്കുറി BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനോ E ശ്രീധരനോ മറ്റോ ആയിരുന്നെങ്കിൽ സരിന് കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടേനെ എന്നർത്ഥം. കഴിഞ്ഞ തവണത്തേക്കാൾ 815 വോട്ട് കൂടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ വോട്ടിന്റെ എണ്ണം കൂടിയെന്നോർക്കണം. സരിൻ നേടിയ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരുന്നു. ഇതുപോലെ നാണം കെട്ട അവസ്ഥയിൽ സരിനെ പോലൊരു സിവിൽ സർവീസുകാരൻ ചെന്നെത്തുമെന്ന് സരിനൊഴികെ സകലർക്കും അറിയാമായിരുന്നു. അധികാരമോഹം തലയ്ക്ക് പിടിച്ചാണ് ക്ഷമയില്ലാത്ത സരിൻ ഫാസിസ്റ്റ് CPM കോട്ടയിലേക്ക് എടുത്ത് ചാടിച്ചെന്നത്. ഇനി അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ കുറച്ചു കാലം കഴിഞ്ഞുകൂടി അതിനുശേഷം ഗൾഫിലെങ്ങാനും പോയി ഡോക്ടർ പണി ചെയ്ത് സമാധാനത്തോടെ ജീവിക്കേണ്ടി വരും. കാരണം CPMന് വച്ച് നീട്ടാൻ അവസരങ്ങളൊന്നും സരിന് മുമ്പിലില്ല. അവർക്ക് കൊടുക്കാൻ കഴിയുന്ന
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചുമതലയൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി വീതം വയ്ക്കാൻ അത്തരം പദവികളൊന്നുമില്ല. വല്ല PSCയിലോ മറ്റോ ഒഴിവ് വന്നാൽ മാത്രം നിയമിക്കാം എന്നല്ലാതെ സരിന് മുമ്പിൽ പുതിയ അവസരങ്ങളൊന്നും കിട്ടാനില്ല. അങ്ങനെ കിട്ടുന്ന ഏത് പദവിയും സരിൻ സിവിൽ സർവീസിൽ തുടർന്നാൽ കിട്ടുന്നതിനേക്കാൾ ചെറുതാണെന്ന് ഓർക്കണം. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്താൻ സരിന് മുമ്പിൽ ഇനി വാതായനങ്ങളില്ല. എന്ന് മാത്രമല്ല, CPM-ന്റെ സുവർണകാലമൊക്കെ അവസാനിച്ചു. ഇനി CPM-ന്റെ ലേബലിൽ ഒറ്റപ്പാലത്ത് നിന്നാൽ പോലും ജയിക്കാത്ത സാഹചര്യമാണ് സരിനെ കാത്തിരിക്കുന്നത്. ഇതിൻ്റെ തനി ആവർത്തനമാണ് PV അൻവറിന് സംഭവിച്ചതും. CPM-ന്റെയും പിണറായിയുടെയും സകല തിന്മകളുടെയും കൂട്ടിക്കൊടുപ്പുകാരനായി കൂടെ നടന്ന് നിരപരാധികളായ മനുഷ്യരെ ജയിലിലടയ്ക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിച്ച് ഒടുവിൽ തന്റെ കള്ളക്കച്ചവടം വേണ്ടതുപോലെ കൊഴുക്കാതെ വന്നപ്പോൾ ഇനി CPM അധികാരത്തിൽ വരാതിരുന്നാൽ താൻ കുഴപ്പത്തിലാകുമല്ലോ എന്ന് ഭയന്ന് പിണറായിയെ തെറി വിളിച്ചുകൊണ്ട് പിണറായിസം എന്ന മറുനാടന്റെ വാക്കും കടമെടുത്ത് കളത്തിലിറങ്ങി. മറുനാടനെ പൂട്ടാനിറങ്ങി സ്വയം പൂട്ടപ്പെട്ട PV അൻവറിന്റെ പേരിൽ ഇപ്പോൾ എവിടെയൊക്കെ കേസുണ്ടെന്ന് അൻവറിന് പോലും അറിയില്ല. മറുനാടനെതിരെ അൻവർ ആരോപിച്ച എല്ലാ കള്ളക്കേസുകളും അൻവറിന്റെ പേരിൽ ഒറിജിനൽ കേസുകളായി മാറി എന്നത് കാലം കാത്തിരുന്ന കാവ്യനീതിയാവാം. എന്നിട്ട് അൻവർ UDF-മായി ഒരു സഖ്യത്തിന് ശ്രമിച്ചു. പാലക്കാട് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. എന്നിട്ട് തന്നെ സ്ഥാനാർത്ഥി ഇതുവരെ വിളിച്ചില്ല, അതുകൊണ്ട് പിന്തുണ താൻ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് സതീശനും പാലക്കാട് സ്ഥാനാർത്ഥി രാഹുലും ഗൗനിച്ചതേയില്ല. അൻവറിന്റെ പിന്തുണ കൊണ്ട് ജയിക്കണ്ട എന്ന് വ്യംഗ്യമായി അവർ പറഞ്ഞു. എന്തായാലും അൻവറിന്റെ പിന്തുണ ഇല്ലാതെ പോയതുകൊണ്ട് 18,000-ലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. ചേലക്കരയിൽ CPM-നെ ഇപ്പൊ തോൽപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് മത്സര രംഗത്തിറങ്ങിയ അൻവറിന്റെ സ്ഥാനാർത്ഥി സുധീറിന് 4,000 വോട്ട് തികയ്ക്കാൻ കഴിഞ്ഞില്ല. സുധീർ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല SDPI പരസ്യമായി അൻവറിന്റെ പാർട്ടിയെ പിന്തുണച്ചിരുന്നു. അൻവറിനൊപ്പം നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും SDPI ആണെന്ന് എല്ലാവർക്കും അറിയാം. SDPIക്ക് ചേലക്കരയിൽ ഉള്ള 4,000 വോട്ട് പോലും അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് തികയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലൊരു നാണം കെട്ട തോൽവി അൻവർ തന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച് കാണില്ല. ഇത് തന്നെയാണ് ഇനി നിലമ്പൂരിൽ പോയി മത്സരിച്ചാലും അൻവറെ കാത്തിരിക്കുന്നത്. തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയുമായി നാട്ടുകാരെ പറ്റിച്ച് നടന്ന് ആ കള്ളക്കച്ചവടങ്ങൾക്കൊരു കുറവ് വന്നപ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അൻവറെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ തോൽവിയോടെ അൻവർ ഇനി പത്രസമ്മേളനം നടത്തിയാൽ മൈക്ക് പിടിക്കാൻ റിപ്പോർട്ടർ ചാനലുകാർ പോലും പോവാത്ത ഗതികേടിലെത്തും. ഈ തെരഞ്ഞെടുപ്പിലെ അവശേഷിപ്പായി മാറുന്നത്, ബഫൂൺ കഥാപാത്രങ്ങളായി മാറുന്നത് ഡോക്ടർ സരിനും PV അൻവറുമാണ് എന്ന് തീർച്ച.